നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ശശി തരൂരിന് എന്ത് പറ്റി? എന്താണ് വിവാദത്തിൻ്റെ ആധാരം? അത് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു ഇന്റർസ്പോസുള്ള സുഹൃത്ത് എനിക്കൊരു ഒരു പത്രത്തിൽ കട്ടിങ് ഇട്ട് തരുന്നു. താഴെ അടിക്കുറിപ്പാണ്, ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്നാണ് ചോദ്യം. വല്ല മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നാണ്. ഞാൻ പെട്ടെന്ന് അടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ കാണുന്നത് കേരളത്തിലെ വ്യവസായ വകുപ്പിനെ മാക്സിമം അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് വലിയ വളർന്നു വരുന്നുണ്ട്, എല്ലാം ഭയങ്കര ഗംഭീര സംഭവമാണ്. ഒപ്പം അദ്ദേഹം അതിൽ കൂട്ടത്തിൽ പറഞ്ഞ വേറെ കാര്യം, പ്രധാനമന്ത്രി അവിടെ അമേരിക്കയിലെത്തി മറ്റേ ചങ്ങലയിട്ട് ആളെ കൊണ്ടുവന്ന സംഭവമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആ സന്ദർശനത്തെ അദ്ദേഹം വളരെ ന്യായീകരിച്ചിട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിച്ചത് ഒരു നല്ല കാര്യമാണ്, അത് ഇന്ത്യക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ ഈ സർക്കാരിനെ ഇത്രയും അഭിനന്ദിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു കോൺഗ്രസിൻ്റെ എം പി ഇതിനെ ഇത്തരത്തിലുള്ള അഭിനന്ദനം നടത്തുന്നു എന്നാണ് പലരും സംശയത്തോടെ ചോദിച്ചത്. തൊട്ട് പിന്നാലെ തന്നെ രസകരമായ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ തരൂരിന് പറഞ്ഞതൊക്കെ ശരിയാണ്, തരൂർ പറഞ്ഞത് കണ്ടോ, തരൂർ തന്നെ പറയുകയാണിത് നമ്മുടെ വലിയ സംഭവമാക്കിയിരിക്കുകയാണ്, നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നതൊക്കെ മഹത്തായ കാര്യങ്ങളാണെന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ എം വി ഗോവിന്ദൻ മാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയുന്നു ഇത് ഗംഭീര സംഭവമാണ്, അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് എം പി വലിയൊരാൾ, വലിയ ചിന്തകനൊക്കെ ഒരാൾ ഇത്തരത്തിൽ നമ്മുടെ സർക്കാരിന് നല്ല അഭിപ്രായം പറയുന്നു എന്ന്. പിന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വിമർശനവുമായിട്ടെത്തി. എം എം ഹസൻ അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം നടത്തി. എം എം ഹസൻ പറഞ്ഞു അദ്ദേഹം നമ്മുടെ വർക്കിംഗ് കമ്മിറ്റിയും പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി സാധനം ഒഴിഞ്ഞിട്ട് ഇത്തരത്തിൽ വിമർശനം നടത്തുന്നതാണ് നല്ലത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അതാണിപ്പം ചൂടായി നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും തരൂർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതായിട്ടാണ് രാജ്മോഹൻ കാണുന്നത്? എനിക്ക് ശശി തരൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ശശി തരൂരിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എം കൃഷ്ണൻ നായർ സാറ് കലാകൗമുദിയിൽ സാഹിത്യ വാരഫലത്തിൽ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുമായിരുന്നു. നമ്മൾ ആ സാഹിത്യം നമ്മളൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് തരൂർ ഒരിക്കൽ കൊച്ചിയിൽ ഒരു വലിയൊരു KPSC ഒരു സമ്മേളനം നടന്നു. ഞങ്ങളന്ന് കോൺഗ്രസ് ചാനൽ ജോലിയുടെ സമയത്താണ്. അപ്പോൾ എന്നെ ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ എത്തുന്നുണ്ട്, അദ്ദേഹം ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെല്ലാ മാധ്യമങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന് പരമാവധി ഒരു കവറേജ് കൊടുക്കണം എന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ നമുക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹം വലിയ പ്രമുഖനാണല്ലോ. ഇതാ കഴിഞ്ഞ് 2009 ഇലക്ഷൻ എത്തുമ്പോഴാണ് തരൂർ സ്ഥാനാർത്ഥിയെ രംഗത്ത്. അത് നമ്മളെല്ലാം വളരെ സന്തോഷമാണ്. കാരണം തരൂരിനെ പോലെ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അത് നമുക്ക് വലിയ അഭിമാനകരമായ കാര്യമല്ല എന്ന് പറയുകയും അങ്ങനെ തരൂർ രാഷ്ട്രീയത്തിലെത്തി മത്സരിക്കുന്നു, അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാവുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം തുടങ്ങുന്നു. അല്ല, എന്തിനായിരിക്കും തരൂര്, എൻ്റെ ചോദ്യം അതാണ്, എന്തിനായിരിക്കും തരൂർ ഇങ്ങനെ ഒരു പ്രസ്താവന? ബേസിക്കലി അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അത്ര ധാരണയില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായ വർക്കിംഗ് കമ്മിറ്റി അംഗമായ പാർലമെൻറ്റ് അംഗമായ ഒരാൾ ഈ കേരള സർക്കാർ കാണിക്കുന്ന തോന്നിയ കൈയും കണക്കില്ല, നമ്മളെല്ലാവരും വിമർശിക്കുകയാണ് സർക്കാരിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കൃത്യമായ പഠനം നടത്താതെയാണ് അദ്ദേഹം ഈ ഒരു പുകഴ്ത്തൽ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. CPM-ലോ BJP-ലോ ഒന്നും അതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇപ്പോൾ ഒരു കോലാഹലം എന്നാണ് ഒരു നിഗമനം? പാർട്ടിയിൽ തനിക്ക് അർഹമായ ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം നാളെ ഉന്നയിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അത് തോന്നുന്നുണ്ടോ? കാരണം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ഫുൾ ടൈം കിട്ടിയിട്ടില്ല. ഇല്ല, ക്ഷണിതാവാണ്. അപ്പോൾ പിന്നെ അർഹമായ പ്രാധാന്യം ഇല്ല എന്ന് പറയുന്നതോ? ഇന്ദിരാഫലത്തിന് റൂം സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അർഹതയുള്ള ആളുകൾ ആണ് നമ്മുടെ കൊടിക്കുന്നിലും രമേശ് ചെന്നിത്തലയും, അവരെക്കാൾ മുകളിൽ. കാരണം 2009 മാത്രം രാഷ്ട്രീയത്തിൽ വന്ന തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കും, എത്രയോ പതിറ്റാണ്ട് മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ രമേശ് ചെന്നിത്തല എപ്പോഴും ക്ഷണിതമായി. അപ്പോൾ അതുകൊണ്ട് തരൂരിനെ അവഗണിച്ചു എന്ന് പറയുക പ്രയാസമാണ്. ഹൗവർ തരൂരിൻ്റെ ഒരു സ്റ്റേച്ചർ അനുസരിച്ചുള്ള അക്കമഡേഷൻ തരൂരിന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ഈ വിഷയം സമഗ്രമായി പഠിച്ചു. രാജ്മോഹൻ അറിയാം, ഞാനൊരു തരൂർ ഭക്തനാണ്. ഈ മോദി ഭക്തൻ എന്ന ആളുകൾ പറയുന്നത് പോലെ തന്നെ മോദി ഭക്തനാണ്, തരൂർ ഭക്തനാണ്. കാരണം എനിക്ക് വലിയ നിരാശയും ദുഃഖവും കുറ്റബോധവും തോന്നിയ ഒരു സമയമാണ്. കാരണം തരൂര് സാധാരണ കോൺഗ്രസ്സുകാരുടെ ആ ചട്ടക്കൂടിന് വെളിയിലേക്ക് നിന്നുകൊണ്ട് പ്രസ്താവന നടത്തുന്ന ആദ്യമായിട്ടല്ല. അപ്പോൾ തരൂർ അങ്ങനെ നടത്തുന്ന പ്രസ്താവനകൾ പലതിനെയല്ല മിക്കതിനെയും ഞാൻ വളരെ പോസിറ്റീവായിട്ടേ കരുതിയിട്ടുള്ളൂ. കാരണം നമ്മുടെ പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ വിമർശിക്കണമെന്നും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എന്ത് ചെയ്താലും അത് ന്യായീകരിക്കണം എന്നുള്ളതാണ്. അതല്ല, ഭരണപക്ഷത്തിരിക്കുമ്പോഴും വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം എന്നാണ് ഞാൻ. അത് സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ട് പാർട്ടി ചൂണ്ടിക്കാട്ടണം, അതാണ് ശരി. രാഷ്ട്രീയക്കാരനല്ലോ, അല്ല ഇന്റർനാഷണലി അറിയപ്പെടുന്ന വലിയ ബൗദ്ധികനായ ഒരാളും. അപ്പോൾ അതുകൊണ്ട് അന്താരാഷ്ട്ര കാര്യത്തിലൊക്കെ ഇവിടെ നമ്മൾ ഈ മോദിയെ ട്രോളുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവസ്ഥ അറിയാവുന്ന ആളെന്ന നിലയിൽ തരൂർ മോദിയെ പിന്തുണയ്ക്കുന്നത് എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുള്ളൂ. അല്ലാതെ തന്നെ പല വിഷയങ്ങളിലും തരൂർ നേരത്തെ മുതലേ ഒരു ടിപ്പിക്കൽ
പ്രതിപക്ഷ നേതാവിൻ്റെ ടിപ്പിക്കൽ കോൺഗ്രസ് നേതാവിൻ്റെ രീതിയിലല്ല പെരുമാറുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് മോദിക്ക് അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം ഊന്നി പറഞ്ഞു അവിടെ. അതുകൊണ്ട് തരൂർ ഇതുവരെ ചെയ്തിരുന്ന പ്രവർത്തികളെ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, തരൂരിനെ അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ളൊരു പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമായിരുന്നു. ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ തീർന്നു പോകും. ഇപ്പോൾ മോദിയെ സ്തുതിച്ചു, BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞു, ക്ലാസ് മറ്റേ വിമാന അല്ല അപ്പം BJP-യിലേക്ക് പോകുന്നു എന്നുള്ള കഥയുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു പോകുമായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായ വിവാദം കഴിയുമ്പോൾ തരൂരിൻ്റെ മൈലേജ് അല്പം കൂടി വരുമായിരുന്നു, തരൂരിന് സ്വീകാര്യത അല്പം കൂടി വരുമായിരുന്നു. ഒരു പാർട്ടിക്കപ്പുറത്തേക്ക് തരൂർ പൊതുസമൂഹത്തിൽ കേരളത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായി മാറുന്നു. രാജ്യത്ത് തന്നെ ഭാവിയിൽ ഒരുപക്ഷെ മോദിക്ക് ബദലായി അപ്പം മറ്റ് എത്രയോ ആയിരക്കണക്കിന് നേതാക്കൾ ഇവിടെയുണ്ട്. അപ്പം തരൂരിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മോദി. അപ്പോൾ അവരൊക്കെ കാണുന്നത് തരൂരിനെ കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു നേതാവായിട്ടാണ്. കോൺഗ്രസിൽ ഇപ്പോഴും ഇത്രയൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൈവശമുള്ള മറ്റൊരു നേതാവില്ല. ഇന്റലക്ച്വൽ നേതാവ് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തരൂര് കൂടെ വിദേശയാത്ര നടത്തുന്ന ആളാണ്. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ തരൂരിൻ്റെ സ്പീച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടുത്തെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. വലിയ പ്രതിഫലമാണ് കൊടുക്കുന്നത്. കുട്ടികൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. യൂണിവേഴ്സിറ്റിക്ക് ഫീസുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്, വലിയ പ്രതിഫലം. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരനും അങ്ങ് കിട്ടത്തില്ല. ഇപ്പം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള റിട്ടയർ ഒബാമ അല്ലെങ്കിൽ ക്ലിൻ്റൺ, ഇവരൊക്കെ അവരുടെ ആ പദവി കഴിഞ്ഞ് വെളിയിലിറങ്ങിയാൽ അവരുടെയൊക്കെ വരുമാനം പെട്ടെന്ന് കൂടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്നല്ല, ഇൻ്റർനാഷണൽ ഇവർക്ക് ലെക്ചേഴ്സിന് ക്ഷണിക്കും. നമ്മളെ VK കൃഷ്ണമേനോന് അത്തരത്തിലൊരു ഭാഗ്യം ഉണ്ടായിരുന്ന കേട്ടിട്ടുണ്ട്. ഉണ്ട്, ഒരു പരിധി വരെ. കൂടെയാണല്ലോ. അപ്പം തരൂരിനെ സംബന്ധിച്ചോളം തരൂർ ഇൻ്റർനാഷണലി റിനൗഡ് ഒരു സ്പീക്കറാണ്. നല്ല മനോഹരമായി സംസാരിക്കും. ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കും, പക്ഷേ അഴീക്കോട് സാറിൻ്റെ പ്രസംഗത്തിന് തന്നെ നല്ലതല്ല. അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ ഈ ഗസ്റ്റിനെ വിളിക്കുമല്ലോ, ഗസ്റ്റിനെ വിളിച്ചിട്ട് ഈ കുറേ ബുദ്ധിജീവികളൊക്കെ വന്നിരുന്ന ചോദ്യങ്ങൾ ചോദിക്കും. സാധാരണഗതിയിൽ ഒരു സംഭവിക്കാറുള്ളത് ഈ വന്നിരിക്കുന്ന ഈ മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ കുറേ പേര് ഈ അരാജകന്മാർ ബഹളം ഉണ്ടാക്കും. ഒരു ശശി തരൂർ അവിടെ വന്നിരുന്നത് എനിക്ക് വളരെ അഭിമാനത്തോടെ ഞാൻ അത് കാണുകയായിരുന്നു. ഇതേവർ ചോദിക്കുന്നു, കൃത്യമായ മറുപടി, ലോക സിനിമയെക്കുറിച്ച് കൃത്യമായ മറുപടി തരൂർ പറയുന്നു. തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറുചോദ്യം ചോദിക്കാൻ തുടങ്ങി അവരെടുത്ത്. ഈ പറയുന്ന വിദ്വാന്മാരെ ഈ പല സിനിമയും കണ്ടിട്ട് പോലും ഇല്ല. അല്ല, അപ്പം അതുകൊണ്ട് തരൂരിന് ലോകത്ത് മുഴുവൻ സ്വീകാര്യതയുണ്ട്, ഭയങ്കര ഒരു അസറ്റ് തന്നെയാണ്. പക്ഷേ തരൂരിനെ അതുകൊണ്ട് തരൂരിൻ്റെ ഈ വിമത ശബ്ദത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തരൂർ AICC പ്രസിഡൻ്റായി മത്സരിക്കാൻ ശ്രമിച്ച് നമ്മൾ ഭയങ്കര പിന്തുണച്ചാണ്. എനിക്ക് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്. തരൂർ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ വരുന്ന കാലത്തും അങ്ങനെയാണ് ആയിരുന്നു. തരൂരിന് കോൺഗ്രസ് വേണ്ട അക്കോമഡേഷൻ കൊടുത്തിട്ടില്ല, കാരണം തരൂർ അന്ന് സഹമന്ത്രിയായിരുന്നു. ഇതൊക്കെ വിശ്വസിക്കാം. പക്ഷേ ഈ വിഷയത്തിൽ തരൂരിന് അമ്പയെ പാളിപ്പോയെന്നും തരൂരിൻ്റെ പ്രായോഗിക രാഷ്ട്രീയ ബോധം വെറും ശിശുവിൻ്റേതാണെന്നും അതുകൊണ്ട് തന്നെ തരൂരിന് കേരള മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയില്ല എന്നും ഞാൻ അങ്ങ് മനസ്സിലാക്കി. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ശശി തരൂരിന് പാർട്ടി താഴെത്തട്ടിൽ ബന്ധം കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്മോഹൻ, അതൊരു വിഷയമല്ല രാജ്മോഹൻ, അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മോദിക്ക് എത്ര താഴെത്തട്ടിൽ ബന്ധമുണ്ട്? രാഹുൽ ഗാന്ധിക്ക് താഴെത്തട്ടിൽ ബന്ധമുണ്ടോ? അപ്പോൾ ഈ 2 തരത്തിലുള്ള നേതാക്കളുണ്ട്. ഒന്ന് താഴത്തെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് താഴത്തെ തട്ടിൽ ബന്ധങ്ങളുണ്ടാക്കി മുകൾ തട്ടിലേക്ക് വളർന്നു പോകുന്ന കരുണാകരനെയും ഉമ്മൻചാണ്ടിയും പോലുള്ള നേതാക്കൾ. രണ്ടാമത് ആന്റണിയൊക്കെ ആന്റണി അങ്ങനൊന്നുമല്ല, അങ്ങനെ എൻ്റെ ഇടയ്ക്കിടെ കയറിപ്പോയ ആളുകളാണ്. രണ്ടാമത്തെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ അല്ലെങ്കിൽ മോദിയോ പോലുള്ള ഹൈ എൻഡ് ലീഡേഴ്സ്. അവർക്ക് താഴത്തെ തട്ട് ബന്ധം വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു ശശി തരൂരിന് ഇപ്പം കേരളത്തിലെ മറ്റ് MP-മാരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് MP-മാർക്ക് അവർക്ക് വോട്ടർമാരുമായിട്ടും ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. പക്ഷെ തരൂരിന് ആരും അറിയത്തില്ല. പക്ഷെ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ ഞാൻ നമ്മൾ രമേഷും പോയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ചുറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു വല്ലാത്ത ആൾക്കൂട്ട തിരക്കിൽ ചെന്നപ്പെട്ടു. ഞാൻ ചെന്ന സംഭവം സിനിമാടന്മാരെ നോക്കുമ്പോൾ ശശി തരൂർ ഇറങ്ങി വരികയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കുന്നത് തരൂരിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, തരൂരിനെ ഇപ്പം ഇവിടെ മത്സരിക്കുന്ന വേറെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ ആയിരിക്കും മറ്റൊരാളാണെങ്കിൽ ആളുകൾക്ക് പേഴ്സണലായിട്ട് അയാൾ എങ്ങനെ പെരുമാറുന്നു, എനിക്ക് അയാളോട് അക്സസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊരു ഘടകമാണ്. പക്ഷെ തരൂരിൽ നിന്ന് അവരോട് പ്രതീക്ഷിക്കുന്നത് ഒന്ന് കണ്ടാൽ മതി, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഈ 2 സ്റ്റേച്ചറിലുള്ള നേതാക്കളിൽ രണ്ടാമത്തെ സ്റ്റേച്ചറിലുള്ള അപൂർവ നേതാക്കളിൽ പെടുന്ന ആളാണ് തരൂർ. KR നാരായണൻ ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോഴും അത്രേ ഉള്ളൂ ആ ഉയർന്ന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട. പക്ഷെ തരൂരൊരു വിഷയം പറയുമ്പോൾ തരൂർ ആ വിഷയത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഫാക്ട്സ് കണ്ടന്റ് നോക്കണം. ഇവിടെ
തരൂറിന് പറ്റിയ പാളിച്ച. അവിടെയാണ് ഞാൻ തരൂരിനോടുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ തരൂർ, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ, ഷാജൻ, തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ അത് അട്ടർ ഫെയിലിയർ ആയിരിക്കും, വീണ്ടും CPM ഭരണം വരും, കാരണം തരൂരിന് പ്രായോഗിക ബുദ്ധിയേയില്ല എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചു. കാരണം ഞാൻ തരൂരിനെ കരുതിയിരുന്നത് തരൂരിൻ്റെ സ്വീകാര്യത. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായിരുന്നു, തരൂർ മുഖ്യമന്ത്രി ആയാലും തരൂർ ആഭ്യന്തരം എടുക്കരുത്. കാരണം ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പ്രത്യേക മെയ്വഴക്കം വേണം, നിത്യേനയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇടപെടൽ വേണം. അതിന് വേണം. അതേസമയം കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നതുപോലെ ഓവറോൾ സൂപ്പർവിഷൻ മുഖ്യമന്ത്രിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണമായി ഞാൻ കരുതിയിരുന്നത്, തരൂർ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവും. അപ്പം വിദേശ യൂണിവേഴ്സിറ്റികൾ തരൂർ പോയി ഒന്ന് സംസാരിച്ചാൽ, പിണറായി വിജയൻ മറ്റേ ഇരുമ്പ് കസേര ഇരിക്കുന്ന പോലെ അല്ല, തരൂർ പോയി ഒന്ന് സംസാരിച്ചാൽ യൂണിവേഴ്സിറ്റികളെല്ലാം അവിടെ ക്യാമ്പസ് തുടങ്ങും. ഇപ്പോൾ തന്നെ അതിനുള്ള അവസരം കൊടുത്തു. ബ്രിട്ടനിലെ 2-3 യൂണിവേഴ്സിറ്റി നോയിഡയിൽ വന്ന് ക്യാമ്പസ് തുടങ്ങുന്നുണ്ട്. അപ്പം പിണറായി, നമ്മുടെ തരൂരൊന്ന് പോയി സന്ദർശിച്ച്, അങ്ങനെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നും പ്രൊഫഷണലുകൾ തിരിച്ചെത്തുമെന്നും വലിയ വികസനം. പക്ഷേ ആണ്. പക്ഷേ ഈ പ്രസ്താവനയോടെ തരൂർ സ്വയം ബോധ്യപ്പെടുത്തിയത് ഒരു പൊട്ടനാണെന്നാണ്. കാരണം ഞാൻ ഞെട്ടലോടുകൂടിയാണ്, അതായത് ഇതിൻ്റെ വാസ്തവം എന്താണ്, നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ എനിക്ക് കോൺഗ്രസ്, ഈ തരൂരിനോട് മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കളോട് മുഴുവനുള്ള പരാതി. ഈ VD സതീശൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു. എനിക്കിൻ്റെ അത് 2 കാര്യങ്ങൾ, അച്ചടക്ക നടപടി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു, അതിനകത്തും കഥയില്ല. അതുപോലെ തന്നെ MM വാസം പറഞ്ഞ് രാജിവെക്കണം, അതൊക്കെ പൊട്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തരൂരിൻ്റെ അഭിപ്രായത്തോട് നമുക്ക് വിയോജിക്കാം, ആ അഭിപ്രായം നമ്മൾ വിയോജിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ പേരിൽ അയാളുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ പൊട്ടത്തര. അത് ആ ഇടുങ്ങിയ രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ CPMൻ്റെ അവകാശവാദങ്ങൾ, വികസന രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെയുള്ള CPMൻ്റെ അവകാശ രംഗങ്ങൾ പൊട്ടത്തരമാണ്, അത് വെറും വിഡ്ഢിത്തമാണ്, അത് കൃത്രിമമായി കണക്കുകളിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് ഒരുപാട് തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പല വീഡിയോ ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ 1 ലക്ഷം സംരംഭം എന്ന് പറഞ്ഞിട്ട് 1.5 ലക്ഷം തുടങ്ങിയെന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്തിരുന്നു. അത് പൊളിച്ചടുക്കി എന്താണ് സംഭവിച്ചതെന്ന് ഇതൊന്നും തരൂരെന്നല്ല സതീശൻ പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഈ വിവാദം നമ്മളെ ഓർപ്പിക്കുന്നത്. കോൺഗ്രസ് പലപ്പോഴും വിഷയങ്ങൾ പഠിക്കാതെ ഞാൻ രാജ്മോഹൻ തരൂരിൻ്റെ പ്രസ്താവനയോട് എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതെന്ന് സൂക്ഷിച്ചു നോക്കി. ഒരാളുടെയും പ്രതികരണം തൃപ്തികരമായിട്ട് എനിക്ക് തോന്നിയില്ല. വിഷയം പഠിച്ചിട്ടില്ലല്ലോ, ആരും വിഷയം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തരൂർ പറയുന്നത് ആദ്യം എൻ്റെ ലേഖനം വായിക്കുക, ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാക്കാന്ന് പറഞ്ഞത്. കാരണം തരൂര് ഒരാനയെ കണ്ടിട്ട്, ഒരു കുരുടൻ ആനയെ കണ്ടിട്ട് പറയുന്നതിലുള്ള അതുപോലെ തന്നെ വേറൊരു ഭാവം കണ്ടിട്ടാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവരാരും സമഗ്രമായി ആന എന്താണെന്ന് കണ്ടിട്ടുമില്ല, അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ടുമില്ല. കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, യഥാർത്ഥത്തിലുള്ള വിഷയം, ഞാനിത് ഇന്നും ഒരു വീഡിയോയ്ക്കകത്ത് അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരു GST കൺസൾട്ടനോട് സംസാരിച്ചു. മടക്കാഞ്ചേരിയിലുള്ളതാണ് അദ്ദേഹം. എനിക്ക് വളരെ സാങ്കേതിക അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഒരു വിവരാവകാശ പ്രവർത്തകൻ കൂടിയാണ്. GSTയുടെ കൺസൾട്ടൻ്റ്, അക്കൗണ്ടൻ്റ്, എല്ലാം നല്ല വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി പറയുകയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2020 നവംബറിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. അതുവരെ നമുക്ക് SMSC എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി. ഈ സ്മോൾ ആൻഡ് സ്കെയിൽ മീഡിയം ഇൻഡസ്ട്രി കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് വ്യവസായമായിരിക്കണമായിരുന്നു, അത് ബിസിനസ് ആവാൻ പാടില്ല. ഇൻഡസ്ട്രിയും ബിസിനസ്സും രണ്ടാണ്, വ്യാപാരവും വ്യവസായവും രണ്ടാണ്. ഇത് നമുക്ക് പലർക്കും അറിയത്തില്ല. കൊമേഴ്സും ഇൻഡസ്ട്രീസും വ്യത്യാസം, ആ വ്യത്യാസം. അതായത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി പോലല്ല, ഇത് ട്രേഡും ഇൻഡസ്ട്രിയും തമ്മിൽ വ്യത്യാസം. അതായത് നിങ്ങളൊരു പലചരക്ക് കട നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു മാള് നടത്തുന്നു, നിങ്ങളൊരു തുണിക്കട നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വർണ്ണക്കട, ഇതെല്ലാം ബിസിനസ്സാണ്. അതായത് ഇതെല്ലാം ട്രേഡാണ്. പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുന്നില്ല, ഇല്ല. ഇത് ഉപഭോക്താക്കളെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാശുള്ള ഏത് വിപണിയിൽ കൊണ്ടുപോയാലും നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് ഈ കൺസ്യൂമർ എക്കണോമിയുടെ പ്രത്യേകത. പക്ഷേ വളർച്ച ഉണ്ടാകുന്നതും വികസനം ഉണ്ടാകുന്നതും ഇൻഡസ്ട്രി ഉണ്ടാകുമ്പോഴാണ്. നിർമ്മിക്കണം, മാനുഫാക്ചറിങ് നടക്കണം. അപ്പോൾ ഈ മാനുഫാക്ചറിങ് നടക്കുമ്പോൾ മാത്രമേ തൊഴിലുണ്ടാവൂ. ആണല്ലോ, അങ്ങനെയാണല്ലോ. ഇത് ഒരു കടയിൽ ഇതിപ്പോൾ ഒരു തുണിക്കടയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുണിക്കടയിൽ ഇന്നാൾ പോയി, വലിയ തുണിക്കടയാണ്. ഈ തുണിക്കടയിലെ ഞാൻ എവിടെ പോയാലും പ്രാക്ടിക്കലായിട്ട് കുറച്ച് നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കും. എവിടെ പോയാലും, ഇപ്പോൾ ഞാനൊരു ഹോട്ടലിൽ പോയാലും
ഒരു കാർ മെക്കാനിക് ഷോപ്പിൽ പോയാലും എല്ലാം ഞാൻ പ്രാക്ടിക്കലായിട്ട് കുറേ ഇൻഫർമേഷൻ. അപ്പം ഞാൻ ഈ കടയിൽ ചെന്നു. ഉടൻ തന്നെ അവരുടെ ഫ്ലോർ മാനേജർ എന്നെ കാണാൻ വന്നു. ഈ ഫ്ലോർ മാനേജർ ഞാൻ ഫ്ലോർ അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ് ഈ ഫ്ലോർ മാനേജർ? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ഫ്ലോറിൻ്റെ പല ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഫ്ലോറിലെ മാനേജർ ഞാനാണ്. എൻ്റെ കീഴിൽ ടീം ലീഡേഴ്സ് ഉണ്ട്, താഴത്തെ സെയിൽസ് ഗേൾസ് ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. ഈ ഫ്ലോറിൻ്റെ ചുമതല ഓരോ ഫ്ലോറിനും ഓരോ മാനേജറുണ്ട്, കടയ്ക്ക് മൊത്തം ഒരു മാനേജറുണ്ട്. ഞാൻ ചോദിച്ചു എത്ര വർഷമായി? അയാൾ പറഞ്ഞു 14 വർഷമായിട്ട്, അല്ല 11 വർഷമായിട്ട് അയാൾ ആ തുണിക്കടയിൽ ജോലി ചെയ്യുവാണ്. ഫ്ലോർ മാനേജറായിട്ട് അധികം കാലമായിട്ടില്ല, പ്രൊമോഷൻ കിട്ടി വന്നാണ്, ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ അയാളുടെ ശമ്പളം 14,000 രൂപയാണ് ഫ്ലോർ മാനേജർക്ക്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഈ ഇൻഡസ്ട്രി അല്ലെങ്കിലുള്ള കുഴപ്പം ഇവിടെ ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. അതേസമയം ഇൻഡസ്ട്രിക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിരിക്കുന്ന നിയമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ചാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. മറ്റേ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആക്ട്, കമ്പനി നിയമങ്ങൾ ധാരാളമുണ്ട്, വ്യവസായ നിയമങ്ങൾ ധാരാളമുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര ജീവനക്കാർ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടാക്കണം, സ്ത്രീകൾ ഇത്ര ഉണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള എന്താണ് ഈ അതുണ്ടാക്കണം, അതുപോലെ ഭക്ഷണം കൊടുക്കണം, അവധി കൊടുക്കണം, വിശ്രമം കൊടുക്കണം, ആനുകൂല്യം കൊടുക്കണം, ഗ്രാറ്റുവിറ്റി, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഇവിടെയുള്ളത് മുഴുവൻ ചൂഷണമാണ്. മുതലാളിമാർ കാരണം ഭയങ്കര ഈ മറ്റേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി വെച്ച് ഇഷ്ടംപോലെ ആളെ കിട്ടും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പെൺകുട്ടികളെ ഇഷ്ടം പോലെ ആ പോത്തീസിലൊക്കെ ചെറിയ ശമ്പളത്തിന് വന്ന് ജോലി ചെയ്യുക. അതേസമയം വ്യവസായം വന്നാൽ മാത്രമേ ഇൻഡസ്ട്രി വരും. വ്യവസായം വന്നു കഴിഞ്ഞാൽ ശമ്പളമുള്ള ആളുകളെ, ആനുകൂല്യമുള്ള ആളുകളെ, അപ്പം സംഭവം വളരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വ്യവസായമില്ല. അപ്പോൾ ഈ 2020 ഒരു നിയമപരിഷ്കാരം കൊണ്ടുവന്നു. 2020 വരെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തത്. 2020 കൊണ്ടുവന്ന നിയമം ഉദ്യം രജിസ്ട്രേഷൻ എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. ഈ ഉദ്യം രജിസ്ട്രേഷൻ അനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളും അവരുടെ പാനിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ ഇത് 2020 മുതൽ 2022 വരെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ വെച്ച് ക്യാമ്പയിൻ ചെയ്തിട്ട് ഇവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് ഇത് കൊടുത്താൽ ലോൺ കിട്ടണമെങ്കിൽ ലോൺ കിട്ടണം, പലിശ ഇളവ് എന്നൊക്കെ ഒരുപാട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതുവരെ 1947 മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും രജിസ്ട്രേഷൻ എടുത്തു. ആനുകൂല്യം കിട്ടും. കാരണം നേരത്തെ അത് രജിസ്ട്രേഷൻ, അതുവരെയുള്ള എല്ലാ രജിസ്ട്രേഷൻ റദ്ദായി. ഇനി നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? 2020 മുതൽ 22-23 വരെ കൂമ്പാരം കൂടി രജിസ്ട്രേഷൻ വന്നു. പണ്ട് മുതലുള്ള ഇപ്പോൾ മാത്രമല്ല, രജിസ്ട്രേഷൻ വേണ്ടാത്തപ്പോൾ ബാർബർ ഷോപ്പ്, പച്ചക്കറിക്കാടൻ, ഇവർക്കൊന്നും രജിസ്ട്രേഷൻ വേണ്ടായിരുന്നു. എല്ലാവരെയും ഈ പറയുന്ന നഗരസഭയിൽ നിന്നും ബാങ്കിൽ നിന്നും അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാരെല്ലാം പാവപ്പെട്ട് പോയി പാൻ നമ്പർ എടുത്ത് രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും കിട്ടും, ലോൺ കിട്ടുമെന്ന് ഓർത്തിട്ട് വഴിയെ പോകുന്ന തട്ടുകടകളും പച്ചക്കറിക്കടകളും ബാർബർ ഷോപ്പുകളും ബേക്കറികളും സകല സ്ഥാപനങ്ങളും ഈ ഉദ്യം രജിസ്ട്രേഷൻ. ഈ കണക്കാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ഈ വർഷം ഇത്രയും കിട്ടി. അപ്പോൾ അടുത്ത കൊല്ലം വീണ്ടും ക്യാമ്പയിൻ കൂടി, അതിൻ്റെ ഇരട്ടിയായി. അടുത്ത കൊല്ലം ക്യാമ്പയിൻ കൂടി. അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ 75 കൊല്ലം കേരളത്തിൽ ചെയ്ത എല്ലാ എന്ന് മാത്രമല്ല, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. മറ്റേത് വ്യവസായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഒരു രജിസ്ട്രേഷനാക്കി. എവിടെയും തീരുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ തമാശ. നേരത്തെ നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങുവാണ്, രാജ്ഭവൻ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു, ഒരു എന്താ പറയുക, ഒരു സൗണ്ട് ആൻഡ് മ്യൂസിക് ഷോപ്പ് തുടങ്ങാൻ പോകുന്നു, ഒരു അപേക്ഷ കൊടുക്കുന്നു. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ തരും, താൽക്കാലിക രജിസ്ട്രേഷൻ തരും. അത് കഴിഞ്ഞ് നമ്പരെല്ലാം എടുത്ത്, കാരണം ഇതുകൊണ്ട് നമ്പരെല്ലാം എടുത്ത് കളക്ഷനെല്ലാം എടുത്ത് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെർമനന്റ് രജിസ്ട്രേഷൻ തരും. അപ്പോൾ ഈ ടെമ്പററി രജിസ്ട്രേഷൻ എന്താവും? ഇപ്പോൾ അതില്ല. ആദ്യം അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഉദ്യം നമ്പർ കിട്ടുവാണ്. ഈ ഉദ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇവന്മാർ പലതും തുറക്കത്തില്ല. എനിക്കിപ്പോൾ ഒരു 10 ഉദ്യം രജിസ്ട്രേഷൻ എടുത്തില്ല, 50 സ്ഥാപനം ഞാൻ തുറക്കുന്നില്ല. അപ്പം എത്ര എണ്ണം തുറന്നു എന്നതിന് കണക്കില്ല. അപ്പം ഇതെന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് നിലവിലുള്ള സ്ഥാപനങ്ങളെല്ലാം മാറുന്നു. ഈ പറയുന്ന അപേക്ഷ കൊടുത്തവരും ഉദ്യം രജിസ്ട്രേഷൻ വരുന്നു. അങ്ങനെ കൊണ്ട് പെരുകി 2023-24 വർഷമായി കഴിഞ്ഞപ്പോൾ റെക്കോർഡായി, ലക്ഷമായി. ഇവർ ഇത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ രസം അതല്ല. ഇത് രാജ്യത്ത് എല്ലായിടത്തും എങ്ങനെ നടന്നു? കേരളത്തിൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞേ ഈ പൊട്ടത്തരം. അതായത് നിങ്ങൾ ഇതിനകത്ത് തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേ, ആള് നമ്മുടെ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര പേർക്ക് ഇപ്പോൾ തൊഴിൽ കിട്ടിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഇവർ ഈ പറയുന്ന 3 ലക്ഷം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണണമല്ലോ. ഈ 3 ലക്ഷം സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് 10 വെച്ച് ഒരു സ്ഥാപനം 10 വെച്ചാണെങ്കിൽ എത്ര ലക്ഷം, എത്ര പേർക്ക് തൊഴിൽ കിട്ടി? അപ്പം അതായത്
ഇത് നിലവിൽ ഞാൻ പറയും നമ്മുടെ നാട്ടിലും എന്ന് നമ്മളൊക്കെ ജനിച്ചന്ന് മുതൽ പുതിയ കടകൾ വരും, പഴയ കടകൾ പോകും. ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത്. ആ ഒരു സിസ്റ്റം വരുന്ന കടകൾ ഈ കടക്കാരെ എല്ലാവരും ഉപദ്രവിക്കുക. ഇവർക്ക് ആർക്കും മര്യാദയ്ക്ക് കച്ചവടം നടത്തി കമ്മീഷൻ കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ കൊടി പിടിക്കുന്ന സംവിധാനം ഇപ്പോഴും തുടരുക. അപ്പം ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ തരൂര് കയറി ഇതങ്ങോട്ട് അടിച്ചു. അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് ആധികാരിക സംസാരിക്കാൻ കഴിയുള്ള തരൂര് ഒരു നിസ്സാര വിഷയം പഠിച്ചില്ലാത്ത അത്ഭുതം. കണക്ക് നോക്കി 240 ഇത് ഇവന്മാരുടെ പൊട്ടക്കണക്കാണെന്നും എനിക്കതാണ് തരൂരിനോടുള്ള എല്ലാ ബഹുമാനവും പോയി. ഞാൻ ഇന്നൊരു വീഡിയോയിൽ മാപ്പും ചോദിച്ചു. എന്തിനാണെന്നറിയോ? തരൂരിനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രംഗത്തിറങ്ങിയതിന്. ഇത് മാത്രമല്ല, ഈ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് CPM-ൻ്റെ കെണിയെക്കുറിച്ച് തരൂരിന് അറിയത്തില്ലെങ്കിൽ തരൂർ കേരള മുഖ്യമന്ത്രിയാവും, വലിയ നാശമാകും. കാരണം നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് കേരളത്തിന് നൽകിയ സംഭാവനകളുണ്ട്. അങ്ങനത്തെ ഒരെണ്ണം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരിക്കുന്ന പദ്ധതികൾ, ഈ പറയുന്ന വിഴിഞ്ഞം ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, കൊച്ചി ഇൻഫോ പാർക്ക്, എല്ലാ സംവിധാനവും ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരിക്കുന്നതാണ്. കരുണാകരൻ ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നായനാർ മറ്റേ ടെക്നോ പാർക്കായിട്ടുള്ള കാര്യങ്ങൾ. പിണറായിയുടെ കാലത്ത് ഈ CPM നേതാക്കളോട് ചോദിക്കാനുള്ളത്, പണ്ട് കഴിഞ്ഞ ഏതൊരു ചാനൽ ചർച്ചയില്ല, മാതൃഭൂമിയുടെ ഫെസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ എഡിറ്റർ ഇൻ ലാർജ് രാജഗോപാൽ ശ്രീകണ്ഠൻ നായരോട് നിങ്ങൾ ചെയ്ത ഒരു വാർത്ത ചൂണ്ടിക്കാണിച്ചു ഒന്നുമില്ല. ഇതേപോലെയാണ് ഈ പറയുന്ന ശശി തരൂരിനോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ തള്ളുന്ന പിണറായിയോട് ചോദിക്കാനുള്ളത്. ഒരുപാട് ചുമ്മാ ലിസ്റ്റ് എടുത്ത് കാണിക്കും, അവിടേക്ക് ഇത് മാറി ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ, അല്ലാതെ കൂട്ടി ഒരുപാട് പ്രഖ്യാപനം നടത്തുന്നു. അല്ലാതെ ഇവിടെ വിഴിഞ്ഞം പോർട്ട് പോലെ, കൊച്ചി മെട്രോ പോലെ, കണ്ണൂർ എയർപോർട്ട് പോലെ, അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക് പോലെ ഇവിടെ തൊഴിൽ നൽകിയ, ഇവിടുത്തെ എക്കണോമിയെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സംരംഭം ചൂണ്ടിക്കാട്ടും. നേരെ തിരിച്ച് ഇവിടുന്ന് കമ്പനി തുടങ്ങാൻ വന്ന ജീവൻ കൊണ്ട് ഓടിയ 100 സംഭവം വേറെയുണ്ട്. അല്ല, അത് നമ്മൾ കിറ്റക് സാബിൻ്റെ പേര് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരായ പല കച്ചവടക്കാരും ഒരിക്കലും ബഹളം വയ്ക്കാതെ കേരളം വിട്ടു. ഇപ്പം ഞാൻ പറഞ്ഞത് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, ഈ ചിറ്റിലപ്പള്ളി അടക്കമുള്ളവരുടെ ഉൽപ്പാദനം ഇപ്പം നടക്കുന്ന മുഴുവൻ കേരളത്തിന് തമിഴ്നാട്ടിലാണ്. ക്യാഷ് ഫാക്ടറികൾ പോലും കൊല്ലത്ത് നിന്ന് കൊണ്ട് തമിഴ്നാട്ടിലാക്കി. പാൽ ഉൽപ്പാദന കമ്പനികൾ തമിഴ്നാട്ടിലേക്ക് മാറി. അപ്പം അതായത് കേരളത്തിലെ ഈ പറയുന്ന ഇപ്പം ഒരുപാട് സ്വർണ്ണക്കടകളും, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ മാളുകളൊക്കെ നിർമ്മിക്കുന്ന വലിയ പ്രമാണിമാർ പലരും ഉണ്ട്. ഇവരാരെങ്കിലും ഇവിടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യില്ല. എല്ലാം സെയിൽസ് മാത്രമേ ഉള്ളൂ. എല്ലാം സെയിൽസാണ്. സെയിൽസിന് പറ്റിയതാണ്, വെയർഹൗസിന് പറ്റിയതാണ്, സർവീസിന് പറ്റിയതാണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മുഴുവൻ കേരളത്തിനപ്പുറത്ത്. അങ്ങോട്ട് കേരളം വിട്ടാൽ കാണാൻ പറ്റും. ഇനി കേരളത്തിൽ തുടങ്ങിയാൽ ആ കളമശ്ശേരി ചെല്ലണം. യാതൊരു വിധത്തിലുള്ള പുക നിയന്ത്രണമോ അങ്ങനത്തെ നിയന്ത്രണങ്ങളൊന്നും അവരുമാർ നശിപ്പിക്കുകയും ചെയ്യും. നമ്മൾ അരൂരിൽ കൂടെ കടന്നു പോകുമ്പോൾ ആലപ്പുഴ എത്രയോ കിലോമീറ്റർ ദൂരത്തിന് ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ് എല്ലാം ഒരിടത്തും. ഇനി ഷോപ്പുകൾ അടഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ പോട്ടെ, ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 2 കാര്യങ്ങൾ ചെയ്താൽ ഒരു സർക്കാരിന് ജനങ്ങളോടുള്ള കൂറ് പാലിക്കാൻ പറ്റും. 2 കാര്യങ്ങൾ ചെയ്ത്, ഒന്ന്, ഇവരാരും സഹായിക്കാതെയാണ് ലക്ഷക്കണക്കിന് സാധാരണ ചെറുകിട മനുഷ്യർ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഒരുപക്ഷെ തയ്യൽക്കടയാവാം, അല്ലെങ്കിൽ ഒരു ബേക്കറി ആവാം, അല്ലെങ്കിൽ കൂളിംഗ്, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ, എന്തെങ്കിലും ഒരു ചെറിയ ഇങ്ങനെ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും സർക്കാർ, അതായത് അവർക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പം പലപ്പോഴും അവരുടെ സുരക്ഷാ പ്രശ്നം അല്ലെങ്കിൽ യൂണിയൻ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കാനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുക. ചുവപ്പ് നാട് അഴിച്ചു കൊടുക്കുക. ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ 3 മിനിറ്റ് കൊണ്ട് അനുമതി കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ചെയ്തു കൊടുക്കും. 1. 2, സ്വകാര്യ ബസ്സുകളുടെ കാര്യം ഞാൻ പറയാറുണ്ട്. കേരളത്തിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്ന, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വകാര്യ ബസ്. ഒരു ബസ്സിന് ഒരു 4-5 ജീവനക്കാർ. ഇവിടെയാണുള്ളത് 4-5 ജീവനക്കാരുണ്ടാവും ഒരു ബസ്സിന്. കാരണം ഒരു ഡ്രൈവർക്ക് ഓടി 2 ഡ്രൈവർ വേണം, 2 കണ്ടക്ടർ വേണം, മിനിമം ഒരു കിളി വേണം, 5 പേരുണ്ട്, ഒരു കിളിയാണ്. അപ്പോൾ ഒരു ബസ് അവന് ഒരു ക്വാർട്ടറിൽ, സാധാരണ ബസ്, ഞാൻ മറ്റേ ഫാസ്റ്റ് ആൻഡ് സൂപ്പർ ഫാസ്റ്റ് അല്ല, സാധാരണ ബസ് ക്വാർട്ടറിൽ 33,000 രൂപ ടാക്സ് അടയ്ക്കും. 3 മാസത്തിലൊരിക്കൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് കുറഞ്ഞത് 1 ലക്ഷം രൂപ ഒരു വർഷം ടാക്സ് കിട്ടുന്നു. പ്ലസ് എത്ര ലിറ്റർ ഡീസൽ ആണ് അവൻ ഓടിക്കുന്നത്. ഈ ഡീസലിൻ്റെ സെസ് സർക്കാരിനാണ്. ഡീസലിൻ്റെ ഈ ഡീസലിൻ്റെ പകുതിയിലധികവും നികുതിയാണ്, സെസ്സും ടാക്സുമാണ്, എക്സൈസ് ഡ്യൂട്ടിയുമാണ്. ഇത് മുഴുവൻ സർക്കാരിനാണ്. അപ്പോൾ ഇവർ സർക്കാരിന് കൊടുക്കുന്ന പണം ഒരു കാലത്ത് ഒരു ബസ് 5 പേര് വെച്ച് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കും. പക്ഷേ നിരന്തരം ഇവരെ വേട്ടയാടുന്നു, വഴിയിലിട്ട് തടയുന്നു,
ട്രിപ്പ് മുടക്കുന്നു, ഇവരെ കൂടി പിഴയടപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഒരു അപകടം ഉണ്ടായി അപ്പം തന്നെ വെള്ള പെയിന്റ് അടിക്കാൻ പറ്റും, കണ്ടില്ലേ സ്വകാര്യ ബസ്സിൽ. അതുപോലെ കോട്ടയത്തിൻ്റെ ഒരു വിമുക്ത പടം വന്ന് 3 ബസ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ സീറ്റുകാരിട്ട് പെടുത്തിയപ്പോൾ എല്ലായിടത്തും ഒരു ബസ് ഇങ്ങനെ എന്നിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നത്, ബജറ്റിൽ 1500 കോടി രൂപ അനുവദിച്ച് KSRTC എന്ന വെള്ളാനെ തീറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സർക്കാരിന് സംരംഭത്തോട് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം മാതൃക കാട്ടേണ്ട സ്വകാര്യ ബസ് ഉടമകൾക്ക് മര്യാദയ്ക്ക് അവരുടെ പണിയെടുത്ത് നിയമമൊക്കെ പാലിച്ചുകൊണ്ട്, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത നിയമമൊക്കെ പാലിച്ചുകൊണ്ട് അവർക്ക് മര്യാദയ്ക്ക് പണിയെടുത്ത് നികുതി അടച്ച് സർക്കാരിനും പൈസ കിട്ടും, അവിടെ കിട്ടുന്നൊരു സമയം അതുപോലും ഇവർക്ക് പറ്റുന്നില്ല. എന്നിട്ടാണ് ഇവർ ഡോക്ടർ തരൂരിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം, ഡോക്ടർ BA പ്രകാശിനെയൊക്കെ പോലെയുള്ള എത്രയോ ഈ വിഷയത്തിൽ ആധികാരിക പറയാനുള്ള എത്രയോ ആളുകൾ അവരൊന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ കൃത്യമായ കണക്ക് കിട്ടുമായിരുന്നു അവരെ കയ്യിൽ നിന്ന്. എനിക്ക് ഇത് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഇപ്പോൾ തരൂർ കൈയൊഴിയാണ് എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ചെയ്തു. പിന്നെ ഞാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് മാത്രമേ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞ തട്ടിപ്പാണ് സമ്പദ് വ്യവസ്ഥ. അപ്പം തരൂരിൻ്റെ ഒരു ബുദ്ധി ലെവല് കേരളത്തിന് പറ്റിയതല്ല എന്നും പ്രായോഗിക ബുദ്ധിയിൽ നിന്ന് ഇതുപോലെ നാട് മുടിപ്പിച്ച ഒരു വൃത്തികെട്ട ഭരണാധികാരിയെ വെള്ള പൂശാൻ വേണ്ടി ഉപയോഗിച്ചു എന്നതും ഭയപ്പെടുത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ തരൂർ മുഖ്യമന്ത്രിയായാൽ തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വളരെ എളുപ്പമായിരിക്കും. ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, കാരണം പോലീസിൻ്റെ സ്വഭാവത്തെ അറിയത്തില്ല, ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കും. ഇവിടെ അതോടെ തരൂര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ആ പ്രതീക്ഷ കളഞ്ഞ് രാഷ്ട്രീയക്കാരൻ തന്നെ മതി എന്നുള്ള അഭിപ്രായത്തിലേക്ക്. രാഷ്ട്രീയക്കാരന് മാത്രം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള സത്യമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എപ്പോഴും. അല്ല, വളരെ ഞാൻ പറഞ്ഞ എനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് ഇതുപോലെ നിരാശ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ മാപ്പ് പറഞ്ഞു കൊടുത്തി മറ്റേ ആനന്ദകുമാറിൻ്റെ കാര്യം പറഞ്ഞു, വളരെ നിരാശ ആനന്ദമായിട്ട്. അതേപോലെ ഇപ്പം തരൂരിനെ പോലൊരാൾ ഒരു കാരണവശാലും ഈ CPM ഇപ്പം തരൂരിനെ പോലൊരാൾ CPM ബ്രെയിൻ വാഷിൽ വീണ് പോയാൽ ഈ പാവപ്പെട്ട കുടുംബശ്രീക്കാരെയും ഓട്ടോറിക്ഷക്കാരെയും കുറ്റം പറഞ്ഞിരിക്കാരും അതിലിപ്പോൾ CPM നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് പ്രഖ്യാപിക്കുകയാണല്ലോ, തരൂരിന്ന് ചില്ലറക്കാരനല്ലല്ലോ, തരൂരിന്ന് ഇന്റർനാഷണൽ. തരൂരിനെ പോലൊരാൾക്ക് പോലും ഈ കെണിയിൽ വീണ് പോയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവർ 500 രൂപയുടെ കിറ്റ് കൊടുത്ത് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു തരൂരിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ തരൂരിന് പറ്റിയൊരു അബദ്ധമാണ്. തരൂർ ഇടയ്ക്ക് മോദിയെയും അവരെയൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു കയ്യടിയുണ്ട്. കാരണം ഈ കോൺഗ്രസ്സുകാർ പോലും തരൂർ പറഞ്ഞ് ശരിയാന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ കണ്ണടച്ച് മോദി വിരോധം കൊണ്ട് പലരും പറഞ്ഞതിന് തരൂർ തിരുപ്പ്. ഉദാഹരണത്തിന് ഈ ഹമാസിനെ ഭീകര സംഘടന എന്ന് പറഞ്ഞു. ഹമാസിനെ ഭീകര സംഘടന എന്ന് ലീഗിൻ്റെ സമ്മേളനത്തിൽ പോയിരുന്ന് പറയാൻ ധൈര്യം കാണിച്ചു, അതിന് ആളുകൾ കൈയടിച്ചു, അതൊരു വലിയ കൈയടി കിട്ടി. അല്ലെങ്കിൽ തരൂർ പിന്നീട് ഇപ്പം ട്രംപ് വിദേശ കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പം ഇതൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു കയ്യടി ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്കൂടെ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞ, പക്ഷെ പറ്റിപ്പോയി. സ്തുതിച്ചത് ഈ കാരണബോധനയായിപ്പോയി. നാഷണൽ പൊളിറ്റിക്സ് ജനങ്ങൾ സഹിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെറുക്കപ്പെട്ട ഒരു ഭരണാധികാരി, ഇതുപോലെ നശിച്ച ഒരു നാട്, ദിവസങ്ങളുണ്ട് കേരളത്തിൽ. കൊലപാതകവും നമുക്ക് സഹിക്കാൻ വയ്യാത്തത് ലഹരിക്ക് അടിമപ്പെട്ട ആൾ. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു യുവതി കിടന്ന് പലയിടത്ത് ഈ പറയുന്ന റാഗിങ്, അതായത് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് യുവതലമുറയ്ക്ക്. എന്തും സംഭവിക്കാം, എന്തും ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരു മാറിയിരിക്കുന്നു. ഇങ്ങനെ കേരളം നശിച്ച് നാറാണക്കല്ല് പിടിച്ച് തൊഴിലില്ല, അവസരങ്ങളില്ല. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല മുഴുവൻ തകർന്നു. ഒരു കച്ചവടം നടക്കുന്നില്ല. ഒരു കടകളും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും, ഞാൻ പോകുന്നിടത്തൊക്കെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കച്ചവടം പോയി. നമ്മുടെ സുഹൃത്തുക്കളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പലരും അവരുടെ സഹപാഠികൾ പലരും പെട്ടിരിക്കുകയാണ്. അവർ പ്രോപ്പർട്ടി വാങ്ങിച്ച് ചിലർ ബില്ലേ കൊണ്ടാക്കിയിട്ടുണ്ട്, ഒന്നും വിറ്റ് പോകുന്നില്ല. അല്ല, ഈ വ്യാപാര സ്ഥാപനങ്ങളില്ലേ, ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ബൂസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ആളുകളുടെ സ്പെൻഡിങ് ഹാബിറ്റ് മാറിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് തിരിച്ചുപോയി. കാരണം വെച്ചാൽ ആളുകൾക്ക് പേടിയായി, മനുഷ്യൻ്റെ ഈ കാശില്ലാതായി. ഒന്ന് കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു, അവിടെ മനുഷ്യൻ ജീവിക്കും. പിന്നെ വിദേശത്ത് പണം അയക്കുന്നത് കുറഞ്ഞു. വിദേശത്തേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കൂടിയെങ്കിലും ഇങ്ങോട്ട് പണം അയക്കുന്നത് കുറഞ്ഞു. അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ കേരളം ഒരു വല്ലാത്ത പ്രതിസന്ധി നിൽക്കുന്നു. ഈ പ്രതിസന്ധിയിലേക്ക് നാടിനെ നീക്കിക്കൊണ്ടുപോയത് ഈ വൃത്തികെട്ട മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് തരൂറിന് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ തരൂർ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്തത് തരൂർ എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങാനിരുന്ന ആളാണ് ഞാൻ. വേണ്ടെന്ന് വെച്ചു. കാരണം ഈ പ്രായോഗിക ബുദ്ധിയില്ലാത്ത രാഷ്ട്രീയത്തിലെപ്പോഴും പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ് നമുക്ക്. പ്രായോഗിക ബുദ്ധിയില്ലാത്ത ഒരാളെ പിന്തുണയ്ക്കുന്നത് കരുണാകരനെ പോലുള്ള ആളുകൾ കണ്ടുപഠിക്കണം. പ്രായോഗിക രാഷ്ട്രീയം. ഉമ്മൻചാണ്ടി വെറും 2 സീറ്റിന്റെ അതും ഇടതുവശത്ത് KM മാണിയും വലതുവശത്ത് കുഞ്ഞാലിക്കുട്ടിയും ചെവി കടിച്ചുകൊണ്ടിരിക്കുക. 2 ഗേരേഡ് കടിക്കുന്ന ചെവി തിരുമിയാണ് ഉമ്മൻചാണ്ടി ഭരിച്ചത്. എന്നിട്ട് ഭംഗിയായ കാര്യങ്ങൾ കൊണ്ടുപോയി ഭംഗിയായിട്ട് നടന്നു. പിന്നെ വ്യാജ പ്രചരണങ്ങൾ വീണുപോയി. ആ ഒരു വല്ലാത്ത CPM പ്രചരണമാണ്. ഇവരാരും മനസ്സിലാക്കാത്തത്. ഇപ്പം ഞാൻ ചോദിച്ചത് ഈ CPM ഒറ്റ ചോദ്യം കൊണ്ട് ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
ഇവർ കഴിഞ്ഞ കുറേ കാലം ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണല്ലോ ഈ നുണ പറച്ചിൽ. ഈ നുണയൊക്കെ അപ്പം നമ്മൾ പൊളിച്ചെടുക്കാറുണ്ട്. നമ്മൾ പൊളിച്ചെടുക്കുന്ന സാധനമെങ്കിലും എടുത്തിട്ട് ഇവർക്ക് ആ സമയത്ത് തിരിച്ചടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന സർക്കാർ 1-ാം പേജിൽ പരസ്യം ചെയ്ത് 3 ലക്ഷം തൊഴിൽ 3 ലക്ഷം സംരംഭം എന്ന് നേരത്തെ പറയുന്ന ഈ പരസ്യം ചെയ്തപ്പോൾ ഇത് തെറ്റാണ് പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് കണക്ക് വെച്ച് ഇവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നും അവർ പഠിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വർഷങ്ങൾ ഒരു വിഷയം അവർ പഠിക്കാതെ തന്നെയാണ് അവർ പലപ്പോഴും ആധികാരിക അഭിപ്രായം പറയാറുള്ളത്. എന്തായാലും തരൂരെ അങ്ങ് വല്ലാതെ നിരാശപ്പെടുത്തി. വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷെ അങ്ങ് നിരാശപ്പെടുത്തി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങയുടെ യോഗ്യത അങ്ങേക്കില്ല എന്ന് അങ്ങ് തെളിയിച്ചു. ദയവായി ഞങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങ് ഞാൻ പറയുന്നത് മോദിയോട് പോലും BJPയിലൊന്നും ചേരാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. മോദിയോട് പോലും പോയി കണ്ടിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവാനായിട്ട് ശ്രമിക്കുക. മോദി വിചാരിച്ചാൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റേച്ചറുള്ള ഒരാളെ കിട്ടിയാലേ നമുക്ക് ആ പദവിക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ആൾ അങ്ങാണ്. മോദിയെ പോയി എന്ന് കാണുക. എന്നിട്ട് അടുത്ത ഐക്യരാഷ്ട്ര സെക്രട്ടറി, പ്രത്യേകിച്ച് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പം മോദി ട്രംപിനോട് പറയുക, ഒരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ വേണം, നിങ്ങൾ പറയുന്ന പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത തരൂരിനുണ്ട്. അങ്ങനെ ചെയ്തു പോവണം. ദയവായി ഇവിടെ ഇരുന്നുകൊണ്ട് വിവരക്കേടുകൾ പറഞ്ഞ് ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തരുതേ. ഞങ്ങൾ ഈ കാരണബോധന എങ്ങനെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ജീവിക്കാതിരിക്കുക. ദയവായി ഞങ്ങളുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തരുതേ. അപേക്ഷയാണ്. നന്ദി, നമസ്കാരം.